Welcome to BSc Main Physics Semester 4, 13th lecture, Main. The paper is Classical Physics and Theory of Relativity. And Unit 2, we continue Conservation Laws. And today we study center of mass problems and linear uniformity of space. Two articles. Center of mass problems and also linear uniformity of space. In the previous class, we studied one problem from center of mass. And today we see rest of the problems and also a new article, new topic, linear uniformity of space. So this is 13th lecture BSc Main Physics Semester 4, Main, Physics Main. So the problem we continue, the center of mass problem. And this is a previous question. If the center of mass of three particles of masses 2 kg, 3 kg and 4 kg is at the point 111, where should the fourth particle of mass 1 kg be placed so that the center of mass is at the point 121? 1 kg ആണ് വെക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ 3 മാസ് 2 കിലോഗ്രാം, 2 kg, 3 kg, 4 kg ആണ്. അവയുടെ സെൻറ്റർ ഓഫ് മാസ് 111 ആണ്. നമ്മൾ ഇവിടെ നാലാമത്തെ മാസ് വെക്കണം. നാലാമത്തെ മാസ് 1 കിലോഗ്രാം ആണ്. എവിടെ നാലാമത്തെ മാസ് വെക്കണം? അങ്ങനെ വെക്കുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് 1 to 1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാമല്ലോ ഫോർമുല. തന്നിരിക്കുന്ന പോയിന്റിനെ നമ്മൾ വെക്ടറാക്കണം. വെക്ടറാക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. വെക്ടറാക്കുമ്പോൾ IJK M1R1 + M2R2 + M3R3 ഓൾ ബൈ ക്യാപിറ്റൽ M ആണല്ലോ ഫോർമുല. ആർ വെക്ടർ ഈസ് ഈക്വൽ ടു, ഫോർമുല ഇവിടെ എഴുതിയിട്ടില്ല, എഴുതേണ്ടതായിരുന്നു. ക്യാപിറ്റൽ ആർ വെക്ടർ ഈസ് ഈക്വൽ ടു M1 small r1 M1R1 + M2R2 + M3R3 ഓൾ ബൈ ക്യാപിറ്റൽ M ആണ്. ഇപ്പോൾ 3 മാസ് കൺസിഡർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ 2 + 3 + 4 നമുക്ക് 9 എന്ന് കിട്ടും. പിന്നെ ഈ പോയിന്റ് 111 ആണ്. വെക്ടറാക്കുമ്പോൾ 1i + 1j + 1k അതാണ് സൈഡിൽ കാണുന്നത്. 1i is i + j + k is equal to 2r1 മാസ് M1R1, 2r1 + 3r2 + 4r3 by 9 cross multiply 9i + 9j + 9k is equal to 2r1 + 3r2 + 4r3, equation number 1. Now we consider the 4-particle system. For 4-particle system, the formula we rewrite. Then the new vector is the point is 1 to 1. So new vector is I + 2j + k. The 4 masses M1R1 + M2R2 + M3R3 + M4R4 by capital M. That is 2R1 + 3R2 + 4R3 + 1R4 by 10. Total mass is 10. 2 + 3 + 4 + 1. Cross multiplying 10i + 20j + 10k is 2r1 + 3r2 + 4r3 + r4. And put 2r1 + 3r2 + 4r3 from the above equation 1. We get 10i + 20j + 10k is equal to 9i + 9j + 9k + r4. Take all terms to left side. That is I + 11j + k is r4. 2r1 + 3r2 കേട്ടോ, അത് മുകളിലുണ്ട് കേട്ടോ, അതാണ് ഇക്വേഷൻ നമ്പർ 1 ആണ്. അത് 9i + 9j + 9k അതാണ് ഇവിടെ കൊടുത്തത്. R4 equal to I + 11j + k. So when we write as point, it is 1, 11, 1, R4. So the fourth mass must be placed at the point 1, 11, 1. The fourth mass of 1 kilogram must be placed at the point 1, 11, 1. Next problem. In the HCl molecule, the separation between two atoms is 1.27 angstrom. Find the position of center of mass with respect to H atom. In the HCl molecule, the separation between two atoms is 1.27 angstrom. Find the position of the center of mass Cm with respect to H atom. അപ്പോൾ HCl molecule നമുക്കറിയാം അവയുടെ സെപ്പറേഷൻ, ദ ബോണ്ട് ലെങ്ത് സെപ്പറേഷൻ, അറ്റോമിക് സെൻറ്റേഴ്സ് തമ്മിലുള്ള സെപ്പറേഷൻ 1.27 ആങ്സ്ട്രോം ആണ്. എങ്കിൽ
എച്ചാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി സെൻറ്റർ ഓഫ് മാസിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണം. എച്ചാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി സെൻറ്റർ ഓഫ് മാസിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണം. അതിനൊരു പടം പരിശോധനയുണ്ട്. പടം ഞാൻ എൻ്റെ യൂസിന് വരച്ച പടമാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു തരാം. ഏത് നോക്കി, അതാണ് HCl മോളിക്യൂൾ. ആ പടം കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ എനിക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. സെൻറ്റർ മാസ് CM നമ്മൾ നടുക്ക് കാണുന്ന 6 അകലെ കേട്ടോ, 6 അകലെ, ക്യാപിറ്റൽ 6 അകലെ. ഒറിജിനലാണ് എച്ചാറ്റ് ഇരിക്കുന്നത്. ആദ്യം പടം നോക്കുക, ഒറിജിനലാണ് എച്ചാറ്റ് ഇരിക്കുന്നത്. സെൻറ്റർ മാസ് 6 അകലെയാണ്. പിന്നെ ക്ലോറിൻ മോളിക്യൂൾ HCl ആണല്ലോ, ക്ലോറിൻ മോളിക്യൂൾ മാറിയിരിക്കുന്നത് 1.27 അകലെയാണ്. അപ്പോൾ നമ്മൾ ദൂരെ അളക്കുന്നത് എപ്പോഴും ഒറിജിനിൽ നിന്ന് അളക്കുന്നത്, ഒറിജിനിൽ നിന്ന്. അപ്പോൾ എച്ചാറ്റ് ഒറിജിനൽ ഇരിക്കുമ്പോൾ അപ്പോൾ താഴെ പടം നോക്കിയാൽ മതി. HCl, ആദ്യം HM പിന്നെ CL. ഒറിജിനിൽ നിന്ന് എച്ചാറ്റം വരെയുള്ള അകലാണ് സ്മോൾ r1. ഒറിജിനിൽ നിന്ന് CL വരെ അകലാണ് R2. അപ്പോൾ അത് 1.27 വരും. ആ മൊത്തം നീളം വരും. കാരണം എച്ചാറ്റ് ഒറിജിനലാണല്ലോ. എച്ചാറ്റ് ഒറിജിനലാകുമ്പോൾ അതിന് ദൂരമില്ല, ക്ലോറിൻ മോളിക്യൂളിന് ദൂരമുണ്ട്. അപ്പോൾ ആ വില കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കാണുന്നത് എങ്ങനെയാണ്? R is M1R1 plus M2R2 plus M2R2 all by M1 plus M2 ആണ്. എച്ചാറ്റത്തിൻ്റെയും സീലാറ്റത്തിൻ്റെയും മാസ് നിങ്ങൾ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ടേബിൾ നോക്കണം. ടേബിളിനകത്തുണ്ട്. അപ്പോൾ എച്ചാറ്റത്തിന് 1 ആണല്ലോ, 1 AMU എടുക്കുന്നത്, അറ്റോമിക് മാസ് യൂണിറ്റ് എടുക്കുന്നത്. പിന്നെ ക്ലോറിന് 35.5 ആണ്. അപ്പോൾ 2 മാസ് അവിടെ എഴുതിയിരിക്കുന്നത് അറ്റോമിക് മാസ് യൂണിറ്റിലാകട്ടോ, അല്ലാതെ കിലോഗ്രാം ഒന്നുമില്ല. അപ്പോൾ 1 ഇൻറ്റു പിന്നെ താഴെ മുകളിലും ഈ അറ്റോമിക് മാസ് യൂണിറ്റ് വരുന്നത് കൊണ്ട് വെട്ടിപ്പോവും. കൺവേർഷൻ്റെ ആവശ്യമില്ല. 1 ഇൻറ്റു 0. എച്ചാറ്റ് 0 ആകുമ്പോൾ ദൂരം ഇല്ല, ദൂരം R1 0 ആണ്. മറ്റത് R2 എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് ലെങ്ത് തന്നെയാണ് മൊത്തകാലം. അപ്പോൾ M2 35.5 ഇൻറ്റു 1.27 ഇൻറ്റു 10⁻⁻10. നമ്മൾ ആങ്സ്ട്രമിനെ മീറ്ററാക്കി എഴുതുകയാണ്. താഴെ ടോട്ടൽ മാസ് 36.5 ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.24 ഇൻറ്റു 10⁻⁻10 മീറ്റർ. Therefore, the center of mass is located at a distance 1.24 into 10⁻⁻10 meter from origin or from എച്ചാറ്റം. സെൻറ്റർ ഓഫ് മാസിൻ്റെ അകലം എച്ചാറ്റത്തിൽ നിന്ന് 1.24 into 10⁻⁻10 മീറ്റർ. ആ ഒന്നാമത്തെ പടത്തിൽ കാണുന്ന പോലെ ക്യാപിറ്റൽ ആറിൻ്റെ ദൂരമാണ്, വാല്യൂ ആണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഒരു പ്രോബ്ലം കൂടി നമ്മൾ എഴുതുകയാണ്. നെക്സ്റ്റ് പ്രോബ്ലം if the center of mass of 3 particles of masses 10, 20 and 30 kg be at the point 111, then where should a fourth particle of 40 kg be placed so that the combined center of mass be at 000? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് പ്രോബ്ലം കേട്ടോ, അത് റിപ്പീറ്റേഷൻ പ്രോബ്ലമാണ്. ഏതെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് വീണ്ടും അത് എഴുതാൻ കാരണം. അപ്പോൾ 3 particle system, center of mass is 111. So the corresponding vector is R is equal to 1i plus 1j plus 1k. So we write the equation. What is the equation? Capital R vector is equal to M1R1 plus M2R2 plus M3R3 all by capital M. Capital M is 6 initially. 6 അല്ല, ഇറ്റ് ഈസ് എത്രയാണ് മാസം തന്നിരിക്കുന്നത്? 10 + 20 + 30 ആണ്. അപ്പോൾ നമുക്ക് 100 അല്ലല്ലോ, 60 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്കിത് വരുന്നത്. നോട്ടെ, 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10R1 plus 20R2 plus 30R3 all by 6 is equal to I plus j plus k. അപ്പോൾ 6 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. നിങ്ങൾ എഴുതി നോക്കുക, ഇത് കിട്ടും സ്റ്റെപ്പ്. ഇപ്പോൾ ഫോർമുലയൊക്കെ ഇവിടെ ഞാനത് എഴുതിയിട്ടില്ല, നിങ്ങൾക്കറിയാമല്ലോ ഫോർമുല, അതുകൊണ്ട് പകർത്തിയാൽ മതി. അതായത് ക്യാപിറ്റൽ R is equal to M1R1 plus M2R2 plus M3R3 all by capital M ഫോർമുല. ഇനി 4 പാർട്ടിക്കിൾ ആകുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് പിന്നെ 000 മാറും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വെക്ടർ 0 ആണ്. അപ്പോൾ 0 is equal to 10R1 plus 20R2 plus 30R3 plus 40R4 by total mass 100. Cross multiply 0. ആദ്യത്തെ 3 ടൈം ഇക്വേഷൻ 1, 6 into I plus j plus k plus 4R4. ഇപ്പോൾ 4R4 കാണുമ്പോൾ ടേം LHC കൊണ്ടുവരാനപ്പോൾ മൈനസ് ആവും.
മൈനസ് 6 into I plus j plus k. Therefore R4 കൊണ്ട് ത്രൂ ഔട്ട് ഭാഗിക്കുക, അകത്തോട്ട് ഗുണിക്കുകയും ചെയ്യണം. -3/2 I -3/2 j -3/2 k. പോയിന്റ് I പറയുമ്പോൾ -3/2 -3/2 ആൻസർ. ഇനി നമ്മുടെ ഈ യൂണിറ്റ് 2 ഒരു പ്രധാനപ്പെട്ട കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് യൂണിറ്റ് 2 തുടങ്ങുന്നത്, വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സെൻട്രൽ ഓഫ് മാസ് ഇതിനകത്ത് പെടുത്തിയത്. വളരെ ചെറിയ ചാപ്റ്ററാണ്, 3 ആർട്ടിക്കിൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഒരെണ്ണം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാം ഷോർട്ട് ആൻസറാണ്, എസ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത ഇതിനകത്തില്ല. പക്ഷേ ഷോർട്ട് ആൻസറായിട്ട് ഒരെണ്ണം ഷുവറായിരിക്കും, 1 2 ചോദിക്കാവുന്നത്. അപ്പോൾ ഒന്നാമത്തത്, അപ്പോൾ 3 പാർട്ടാണ് ഉള്ളത്. ഒന്നാമത്തത് ലീനിയർ യൂണിഫോമിറ്റി ഓഫ് സ്പേസ് ആൻഡ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, അല്ലെങ്കിൽ പറയും ഹോമോജനിറ്റി ഓഫ് സ്പേസ്. ഹോമോജനിറ്റി എന്ന് പറഞ്ഞാൽ ലീനിയർ യൂണിഫോമിറ്റിയാണ്. യൂണിഫോമായിട്ട് ഇരിക്കുക, ഒരേപോലെ ഇരിക്കുക, അതിനാണ് നമ്മൾ ഈ ഹോമോജനിറ്റി എന്ന് പറയുന്നത്. സ്പേസ് എല്ലായിടത്തും ഒരുപോലെയാണ്, സ്പേസ് എല്ലായിടത്തും ലീനിയറിലെ യൂണിഫോമാണ്, മാറ്റമില്ല എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ. ലീനിയർ യൂണിഫോമിറ്റി ഓഫ് സ്പേസ് ആൻഡ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പം ലീനിയർ യൂണിഫോമിറ്റി ഓഫ് സ്പേസിൽ നിന്നാണ് നമ്മൾ ഈ ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റം അത് പ്രൂവ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഹോമോജനിറ്റി ഓഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലീനിയർ യൂണിഫോമിറ്റി ഓഫ് സ്പേസ്? സ്പേസ് ഇസ് യൂണിഫോം, സ്പേസ് ഇസ് ഹോമോജീനിയസ്, ഒരേപോലെ, ഒരേ സാന്ദ്രത, ഒരേ രീതി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹോമോജനിറ്റി ഓഫ് സ്പേസ് സ്റ്റേറ്റ്സ് ദാറ്റ് സ്പേസ് ഈസ് ലീനിയർലി യൂണിഫോം, സ്പേസിന് മാറ്റമില്ല, ഒരേപോലെയാണ്. ആൻഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു വസ്തുവിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിനെ ആശ്രയിക്കുന്നില്ല. ഒരു വസ്തുവിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിനെ ആശ്രയിക്കുന്നില്ല. അതാണ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് സ്പേസ്? വാട്ട് ഇസ് ലീനിയർ യൂണിഫോമിറ്റി ഓഫ് സ്പേസ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹോമോജനിറ്റി ഓഫ് സ്പേസ് സ്റ്റേറ്റ്സ് ദാറ്റ് സ്പേസ് ഈസ് ലീനിയർ യൂണിഫോം. സ്പേസ് ലീനിയർലി യൂണിഫോമാണ്, അതിന് മാറ്റമില്ലാത്തതാണ്. ആൻഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു വസ്തുവിൽ ഫോഴ്സ് കൊടുത്താൽ ആ വസ്തു എത്ര നീങ്ങി അതിനെ ആശ്രയിക്കുന്നില്ല. നീങ്ങുന്നത് വർക്കിനെ അളക്കാൻ വേണ്ടിയാണ്, ഫോഴ്സ് ഡിസ്റ്റൻസിനെ ആശ്രയിക്കുന്നില്ല. അപ്പോൾ അതിനൊരു പ്രൂഫ് ഉണ്ട് കേട്ടോ, നമ്മളൊരു പ്രൂഫ് പറയാം. അതിന് നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം പറയും. കോർഡിനേറ്റ് സിസ്റ്റം ആദ്യം ഒരു XOY Z കോർഡിനേറ്റ്, ഇവിടെ OXOY കോർഡിനേറ്റ്, XYZ കോർഡിനേറ്റാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ആ ഫ്രണ്ടിൽ കാണുന്നത്. പുറകിൽ X ഡാഷ് O ഡാഷ് Y ഡാഷ് Z ഡാഷ് എന്ന് പറയുന്ന രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2 കോർഡിനേറ്റ് സിസ്റ്റമാണ്. O ഒറിജിനായിട്ടുള്ള ഒന്ന്, O ഡാഷ് ഒറിജിനായിട്ടുള്ള രണ്ടാമത്തത് പുറകെ വരച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ XOY കോർഡിനേറ്റോ അല്ലെങ്കിൽ XYZ കോർഡിനേറ്റും X ഡാഷ് Y ഡാഷ് Z ഡാഷ് കോർഡിനേറ്റ് ആക്സസ്, അപ്പോൾ അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റാണ്. അപ്പോൾ നമ്മളൊരു പാർട്ടിക്കിൾ ലൊക്കേഷൻ P1 പറഞ്ഞിരിക്കുകയാണ്. ആ P1 എന്ന ലൈൻ നോക്കിയേ, ഒരു പാർട്ടിക്കിൾ ലൊക്കേഷൻ, പാർട്ടിക്കിളാണ്, പക്ഷെ അതൊന്ന് ഡയമെൻഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു ലൈനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ P1 പാർട്ടിക്കിളിൻ്റെ സ്ഥാനമാണ്, P2 ആ പാർട്ടിക്കിൾ രണ്ടാമത്തെ സ്ഥാനമാണ്. അപ്പോൾ P1 ദൂരം x1 ആണ് ഫസ്റ്റ് ആക്സിൽ നിന്ന്. P1 X ഡയറക്ഷനിലെ ദൂരം x1 ആണ്, P2 ദൂരം x2 ആണ് x ഡയറക്ഷനിൽ. അതേപോലെ രണ്ടാമത്തെ ആക്സിൽ നിന്ന് P1 ദൂരം x1 ഡാഷ് ആണ്, P2 ദൂരം x2 ഡാഷ് ആണ്. അങ്ങനെ ദൂരങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 ആക്സിസ് തമ്മിലുള്ള അകലത്തെ നമ്മൾ B എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ആദ്യം 2 ആക്സിസും ഒരുമിച്ചിരിക്കുന്നു. ഒരു ആക്സിസ് മൂവ് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ സെപ്പറേഷൻ ഉണ്ടാകും. ആ സെപ്പറേഷനാണ് മുകളിൽ സ്മോൾ b എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്സസ് തമ്മിലുള്ള സെപ്പറേഷന് നമ്മൾ സ്മോൾ b എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. എല്ലാം x ഡയറക്ഷനാണ് നമ്മൾ കാണുന്നത്, എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ പടത്തെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. കൺസിഡർ എ സിസ്റ്റം ഓഫ് 2 പാർട്ടിക്കിൾസ് P1 and P2 ലൈങ് എലോങ് ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ അവ കിടക്കുന്നതായിട്ട് കരുതുക. ദ കോർഡിനേറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് ഷോൺ ദി ഫിഗർ. ആ x1 x2 x1 ഡാഷ് x2 ഡാഷ് എന്നിങ്ങനെ കോർഡിനേറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് ഇൻ x ഡയറക്ഷൻ ഓൺ ദി പാർട്ടിക്കിൾ ക്യാൻ ബി റിട്ടൺ ആസ്.
അപ്പോൾ എക്സ്റ്റേർഷനിലും ഫസ്റ്റിലും ഫോഴ്സ് നമുക്ക് എഴുതാം Fx ഇസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സ്. അറിയാമല്ലോ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് മൈനസ് കൂടി കൊടുക്കും. കാരണം ഫോഴ്സ് എപ്പോഴും ഡിസ്കഷനിൽ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് Fx ഇസ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് വേർ യു ഇസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ. Homogeneity of space demands that Fx is equal to Fx dash. അതായത് രണ്ട് ഫോഴ്സ് എപ്പോഴും തുല്യമാണ്. നമ്മൾ ഒന്നാമത്തെ ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തിയ ഫോഴ്സ് കണക്ക് കൂട്ടിയാലും രണ്ടാമത്തെ ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തിയ ഫോഴ്സ് കണക്ക് കൂട്ടിയാലും രണ്ട് തുല്യമാണ് എന്ന് പറയുന്നതാണ് ഹോമോജനിറ്റി ഓഫ് സ്പേസ്. ആ വസ്തുവിലെ ഫോഴ്സ് ഒന്നാമത്തെ ഫ്രെയിമിനെ ഒന്നാമത്തെ ആക്സിനെ അടിസ്ഥാനപ്പെടുത്തി കണ്ടുപിടിച്ചാലും രണ്ടാമത്തെ ആക്സിന് ആ ഓടാഷുള്ള ആക്സിനെ അടിസ്ഥാനപ്പെടുത്തി കണ്ടുപിടിച്ചാലും രണ്ട് സെയിമാണ് എന്ന് പറയുന്നതാണ് ഹോമോജനിറ്റി ഓഫ് സ്പേസിൻ്റെ മീനിങ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ ആശ്രയിക്കുന്നില്ല ഫോഴ്സ്. Fx is Fx dash where Fx dash is equal to minus dou u dash by dou x dash in the second frame, in the other frame. അപ്പോൾ ഇതിനൊരു പ്രൂഫായിട്ട് ഒരു ചെറിയൊരു പ്രൂഫ് കൊടുക്കുക. ഇതിൻ്റെ ഫിഗർ x1 dash is s plus b, x1 plus b, s2 dash is s2 plus b. അത് ആ പടത്തിൽ എവിഡൻ്റ് ആണല്ലോ. നമ്മൾ ആ പടത്തിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ല. ഞാൻ പറയുകയാണ് ആ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള അകലം നമ്മൾ ബി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും x1 ഡാഷ് x1 പ്ലസ് ബി ആണ്, x2 ഡാഷ് x2 പ്ലസ് ബി ആണ്. പടത്തിലേക്ക് തിരിച്ചു പോകണം. പടത്തിലേക്ക് തിരിച്ചു പോയി നമുക്ക് നോക്കാം. കണ്ടോ ഈ ദൂരം x2 ഡാഷ് എന്ന് പറഞ്ഞാൽ x2 പ്ലസ് ബി, x1 ഡാഷ് x1 പ്ലസ് ബി ആണ്. In the figure, x1 dash is s plus b, s2 dash is s2 plus b, subtract and square. x1 minus s2 square is x1 dash minus s2 dash square. എന്തിനാണ് സ്ക്വയർ ചെയ്യുന്നത്? ഈ ചിലപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴേ ഈ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാറിയാൽ മൈനസ് വരാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒന്ന് പ്ലസ് രണ്ടാമത്തെ മൈനസ് വരാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്ക്വയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്ലസ് ടൈം ആണെങ്കിലും മൈനസ് ടൈം ആണെങ്കിലും സ്ക്വയർ ചെയ്യുമ്പോൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ സ്ക്വയർ ഇക്വേഷനാണ് എപ്പോഴും കറക്റ്റ് ഇക്വേഷൻ. അതിന് കൃത്യമായ വില തരും. ആ മൈനസ് ഒഴിവാക്കുകയും ചെയ്യാം. P due to interaction between two particles depends on their coordinates. പൊട്ടൻഷ്യൽ കോർഡിനേറ്റ് ആശ്രയിക്കും. കാരണം ഡെറിവേറ്റീവ് ആണല്ലോ. ഇപ്പോൾ നമുക്ക് u x1 x2 എന്ന് പറയാം. അത് മുകളിൽ കാണുന്ന ഫംഗ്ഷനായിട്ട് വിചാരിക്കാം x1 minus x2 സ്ക്വയർ. സേ u dash x1 dash x2 dash എന്ന് പറയാം. അത് x1 dash minus x2 dash സ്ക്വയർ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ വിചാരിക്കണം. രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി ഈ ഡിസ്പ്ലേസ്മെൻറ്റുകളുടെ ഒരു ഫംഗ്ഷനായിട്ട് ഇതുപോലെ ഇക്വേഷനായിട്ട് കരുതുക. 1 and 2 ഇക്വേഷൻസ്. Since u and u dash are equal, we can write or it can be written that dou u by dou x is equal to minus dou u by dou x is equal to minus dou u dash by dou x dash. അത് നമ്മൾ മുകളിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഇത് രണ്ടും തുല്യമാണെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് പറയും Fx dash. രണ്ട് ഫോഴ്സ് തുല്യമാണ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിനെ ആശ്രയിക്കുന്നില്ല എന്ന് പറയാം. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റ് പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റും പറയാൻ പോവുകയാണ്, അല്ലെങ്കിൽ ന്യൂട്ടൺസ് തേർഡ് ലോ തെളിയിക്കാൻ പോവുകയാണ്. ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റ് തെളിയിക്കുന്നതിന് ന്യൂട്ടൺസ് തേർഡ് ലോ തെളിയിച്ചാലും മതി. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. ന്യൂട്ടൺസ് തേർഡ് ലോയിൽ നിന്നാണ് ആ ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റ് നമ്മൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അടുത്ത ടോപ്പിക്കായിട്ട് പറയുന്നത്. അഗെയിൻ ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ആക്ഷൻ ഈസ് മൈനസ് റിയാക്ഷൻ. ന്യൂട്ടൺസ് തേർഡ് ലോ ആക്ഷൻ ഈസ് മൈനസ് റിയാക്ഷൻ ആസ് ഫോളോസ്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ തെളിയിക്കാം. ഫ്രം ഇക്വേഷൻ 1, ഫോഴ്സ് ഓൺ ബോഡി ഫസ്റ്റ് ബോഡി ഡ്യൂ ടു സെക്കൻഡ് ബോഡി. അതായത് സെക്കൻഡ് ബോഡി ഫസ്റ്റ് ബോഡി അട്രാക്ട് ചെയ്താൽ ആ ഫോഴ്സ് കാണാനായിട്ട് നമ്മൾ ഇങ്ങനെ പറയാം Fx21 എന്ന് പറയും. Fx21 ആ ഫോഴ്സ് ഓൺ ഫസ്റ്റ് ബോഡി ഡ്യൂ ടു സെക്കൻഡ് ബോഡി എന്നാണ് അർത്ഥം കേട്ടോ. ഫോഴ്സ് ഓൺ ഫസ്റ്റ് ബോഡി ഡ്യൂ ടു സെക്കൻഡ് ബോഡി Fx21 അത് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയും. അത് നമ്മുടെ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ച യുവിൻ്റെ ഇക്വേഷൻ, അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം.
അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2 × x1 - x2 ഇൻറ്റു x1ൻ്റെ ഡെറിവേറ്റീവ് 1 പാർഷ്യലാണ്. അപ്പോൾ x2 വരത്തില്ല. x1ൻ്റെ 1, x2ൻ്റെ 0. അപ്പോൾ x1 എന്ന് പുറത്ത് ചെയ്യാൻ മതി. ഇപ്പോൾ -2 x1 - x2 ഇക്വേഷൻ നമ്പർ 3. അതായത് ഈ കാണുന്ന യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് പാർഷ്യലായിട്ട് x1ന്. ഇതാണ് യു, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ -∂u/∂x എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു x1 - x2 ഇൻറ്റു 1. x2ൻ്റെ ഡെറിവേറ്റീവ് 0 അതാണ് ഈ കാണുന്നത്. അപ്പോൾ ആ -1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ -2 ഇൻറ്റു x1 - x2 ഇതാണ് Fx21, അതായത് ഫോഴ്സ് ഓൺ ഫസ്റ്റ് ബോഡി ഡ്യൂ ടു സെക്കൻഡ് ബോഡി എന്നർത്ഥം. ഇനി അടുത്തത് ഫോഴ്സ് ഓൺ സെക്കൻഡ് ബോഡി, ദിസ് ഈസ് ആക്ഷൻ. അടുത്തത് ഫോഴ്സ് ഓൺ സെക്കൻഡ് ബോഡി ഡ്യൂ ടു ഫസ്റ്റ് ബോഡി, റിയാക്ഷൻ പറയാം. അത് Fx12 എന്ന് പറയും. Fx12 അത് -∂u/∂x2 ആണ്. അതേ ഇക്വേഷനെ ആ x1 - x2 സ്ക്വയറിനെ നമ്മൾ x2 ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇപ്പോൾ -2 × x1 - x2 ഇൻറ്റു -1. ഈ x2ൻ്റെ ഡെറിവേറ്റീവ് -x2 ഡെറിവേറ്റീവ് -1 ആണല്ലോ. അപ്പോൾ പ്ലസ് കിട്ടും. +2 × x1 - x2. അതാണ് ഇക്വേഷൻ നമ്പർ 4. ദിസ് ഇസ് റിയാക്ഷൻ. From 3 and 4 we get Fx21 is by -Fx12. അതിലൊന്നും ശരിയല്ലേ നോക്കിക്കേ. Fx21 എന്ന് പറഞ്ഞാൽ -2 x1 - x2 ആണ്. Fx12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ഇൻറ്റു x1 - x2 ആണ്. അപ്പോൾ ഒരു മൈനസ് വ്യത്യാസം വന്നല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് Fx21 from 3 and 4 Fx21 is -Fx12. അത് ആക്ഷൻ ഈസ് മൈനസ് റിയാക്ഷൻ എന്നാണ്. that is action is minus reaction. Action is equal to minus reaction. This is Newton's third law, which leads to the principle of conservation of linear momentum. That is P is a constant or dp/dt 0. അപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ തെളിയിച്ചു എന്ന് പറഞ്ഞാൽ അത് ലീനിയർ കൺസർവേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, അതിൻ്റെ ഒരു പ്രൂഫ് കൂടിയാണ് ന്യൂട്ടൺസ് തേർഡ് ലോ തെളിയിച്ചാൽ. അപ്പോൾ പി കോൺസ്റ്റൻ്റ് ആണ്, dp/dt is a constant. അപ്പോൾ നമുക്ക് എഴുതാം thus homogeneity of space leads to the conservation of linear momentum via third law of motion. അപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ വഴി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റത്തിൽ എത്തുകയാണ്. ഏതിലൂടെ? ആ ഹോമോജനിറ്റി ഓഫ് സ്പേസ്. ഹോമോജനിറ്റി ഓഫ് സ്പേസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ വഴി നമ്മൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പ്രിൻസിപ്പിളിൽ എത്തിപ്പെടുകയാണ്. അതാണ് പ്രൂഫ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും പരീക്ഷയ്ക്ക്, ഷോ ദാറ്റ് ഹോമോജനിറ്റി ഓഫ് സ്പേസ് ലീഡ്സ് ടു പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റം. ഇത് ചോദിച്ചാൽ ഇത് മൊത്തം എഴുതണം. ഷോ ദാറ്റ് linear homogeneity or linear uniformity of space or homogeneity of space leads to the principle of conservation of linear momentum എന്ന് ചോദിച്ചാൽ ആ മുകളിൽ കാണുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇത് വെച്ചിട്ട് പ്രോബ്ലം കൂടിയുണ്ട്. ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യമില്ല, പല പ്രാവശ്യം ചോദിച്ചുള്ളത്. റിപ്പീറ്റഡ് പ്രോബ്ലം. ആ ഒറ്റ കണക്കേ ഉള്ളൂ ഈ ഭാഗത്ത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ശരിക്കും പഠിച്ചുകൊള്ളണം. ഇപ്പം ആ മുകളിൽ കാണുന്ന പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ഹോമോജനിറ്റി ഓഫ് സ്പേസ് ആൻഡ് ഷോ ദാറ്റ് ഇറ്റ് ലീഡ്സ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇത് അല്പം പണ്ടത്തെ ക്വസ്റ്റ്യനാണ്, കാലം കുറേ ആയി, പക്ഷേ അത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ two particles at x1 and x2 on the x-axis is given by u is equal to a into x2 minus x1 square plus b by x2 minus x1 square. Show that the force on the particles are equal to opposite. അപ്പോൾ ഇത് നമ്മുടെ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ്. നമ്മൾ പഠിച്ചത്, നമ്മൾ നേരത്തെ തെളിയിച്ചത് പൊട്ടൻഷ്യൽ എനർജി x1 minus x2 സ്ക്വയർ എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് മാത്രമാണ്. പക്ഷേ പൊട്ടൻഷ്യൽ എനർജിക്ക് ഇങ്ങനെയും ഫംഗ്ഷൻ എടുക്കാം. പൊസിഷൻ കോർഡിനേറ്റിൻ്റെ ഫംഗ്ഷനാണ്. പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ നേരത്തെ u is equal to x1 minus x2 ഹോൾ സ്ക്വയർ ചെയ്തിട്ടാണ് ആക്ഷൻ ഈക്വൽ ടു മൈനസ് റിയാക്ഷൻ തെളിയിച്ചത്. പക്ഷേ പൊട്ടൻഷ്യൽ എനർജിക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ഏത് ഇക്വേഷൻ? u is a into x2 minus x1 square plus b by
x1 minus x2 സ്ക്വയർ. ഇതിൽ നിന്ന് ആക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് റിയാക്ഷനാണ് തെളിയിക്കാൻ. ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കിൾസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ് തെളിയിക്കാൻ. അപ്പം നമ്മൾ അതങ്ങോട്ട് എഴുതും. യു ഈസ് ഈക്വൽ ടു a ഇൻറ്റു x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് b ബൈ x1 മൈനസ് x2 സ്ക്വയർ. ആ ഡിനോമിനേറ്റർ മുകളിൽ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എഴുതാം യു ഈസ് ഈക്വൽ a ഇൻറ്റു x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് b ഇൻറ്റു x2 മൈനസ് x1 റേസ് ടു മൈനസ് 2. ആ ഡിനോമിനേറ്റർ മുകളിലോട്ട് മാറ്റുമ്പോഴാണ് പവർ മൈനസ് ആകുന്നത്. ഫോഴ്സ് ഓൺ ഫസ്റ്റ് ബോഡി ഡ്യൂ ടു സെക്കൻഡ് ബോഡി F21 minus dou u by dou x1 is equal to 2a into x2 minus x1 into minus 1 plus b into minus 2 into x2 minus x1 raised to minus 3. ഡിഫറൻസിയേഷൻ സംശയമില്ലല്ലോ. ഡിഫറൻസിയേഷൻ നമ്മൾ പാർഷ്യലായിട്ട് ചെയ്യുന്നത് x1 ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്. b into x2 minus x1 raised to minus 2 ചെയ്യുമ്പോൾ ആ മൈനസ് 2 മുന്നോട്ട് വരും. മൈനസ് b into minus 2 into x2 minus x1 raised to minus 3. മൈനസ് 3 ഇൻറ്റു 1. അപ്പോൾ അത് വീണ്ടും എഴുതിയാണ് നമ്മൾ. അപ്പോൾ മൈനസ് 2a ആ മൈനസിനകത്ത് എഴുതി മൈനസ് 2a x2 minus x1 പ്ലസ് 3b. ഇല്ല 3b വരുമല്ലോ. അവർ മൈനസിന് അവസാനമുണ്ട് കേട്ടോ. മൈനസിന് അവസാനമുണ്ട്. അപ്പോൾ പ്ലസ് 3b x2 മൈനസ് 3b അല്ലല്ലോ 2b അല്ലേ. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ആണ് വരുന്നത്. 2b x2 minus x1 raised to minus 3. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എന്താണ് F21 ആക്ഷൻ എന്ന് പറയാം. മൈനസ് 2a ഇൻറ്റു x2 minus x1 പ്ലസ് 2b ഇൻറ്റു x2 minus x1 raised to minus 3. ഇക്വേഷൻ നമ്പർ 1. ഫോഴ്സ് ഓൺ സെക്കൻഡ് സിമിലർലി ഫോഴ്സ് ഓൺ സെക്കൻഡ് ബോഡി ഡ്യൂ ടു ഫസ്റ്റ് ബോഡി തിരിച്ച് ചെയ്യണം. രണ്ടാമത്തെ രീതി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് ഡോ യു ബൈ ഡോ x2 മൈനസ് കാണണം. ഇപ്പോൾ F12 അത് ചെയ്താൽ കിട്ടുന്നത് 2a ഇൻറ്റു x2 minus x1 into 1 minus 2b into x2 minus x1 raised to minus 3 into plus 1 into plus 1. അത് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കിയേ. അത് കിട്ടുന്നത് F12 is 2a into x2 minus x1 minus 2b into x2 minus x1 raised to minus 3. ഇക്വേഷൻ നമ്പർ 2. 1 2 കമ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മോളിൽ എഴുതിയിരിക്കുന്നത് 1. മൈനസ് ആണ്. ഓപ്പോസിറ്റ് മൈനസ്. therefore F21 is minus F12. The forces are equal and opposite. That is the proof. With this, the 13th lecture is over. The next class we see the remaining part of this chapter. Thank you.